കോവിഡ്-19 കാലഘട്ടത്തിൽ രോഗികളെ കണ്ടെത്തുന്നതിനും ക്വാറന്റൈൻ ചികിത്സയും ഉറപ്പാക്കുന്നതിനും ആശാവർക്കർമാർ രോഗഭീതി വകവയ്ക്കാതെ വീടാന്തര കയറിയിറങ്ങി അവർ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന അമ്മ പെങ്ങൾമാരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് നടയിൽ ഈ പൊരി വെയിലത്തും മഴയത്തും വെയിലത്തും നിന്ന് സമരം ചെയ്യുന്നത്. അവരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണ് കൊണ്ടെത്തിച്ചതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഓണററിയം നൽകുന്നില്ല, അവരുടെ വേതനം പരിഷ്കരിച്ചിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. കോവിഡ്-19 കാലഘട്ടത്തിൽ അല്പമെങ്കിലും നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഈ അമ്മ പെങ്ങൾമാരെ നമുക്ക് സെക്രട്ടറിന്റെ നടയിൽ വെയിലത്ത് ഇരുത്തേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. അല്പമെങ്കിലും കരുണ അവരോട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആ വെയിലത്തിരുത്തേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഒരു 10 തവണ ചിന്തിക്കണം. ഒരു കാര്യം നമ്മൾ എന്ത് ചിന്തിച്ചാലും 10 തവണ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യാവൂ. ഒരു അമ്മ പെങ്ങൾമാരെ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു വെയിലത്ത് ഈ നട റോഡിൽ അവരെ ഈ വെയിലത്ത് നിരാഹാര സമരം ചെയ്യിക്കാൻ നമ്മൾ അല്പ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. നമ്മുടെ ഭരണാധികാരികൾ അല്പമെങ്കിലും കണ്ണു തുറന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഈ ഒരു സ്ത്രീകൾക്കും ഉണ്ടാകില്ല. നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളിൽ ആദ്യം പ്രതികരിക്കുന്നത് അവരാണ്. ഇത് മാത്രമല്ല, ഡെങ്കി, മലേറിയ, കോളറ, ക്ഷയം, കുഷ്ഠം, നിപ്പ എന്നിവയിലെല്ലാം ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ അവർ മുൻപന്തിയിലിരിക്കുന്ന സ്ത്രീകളാണ് ഇന്ന് ഈ നട റോഡില് സമരം ഇരിക്കുന്നത്. അവരെ ഇങ്ങനെ എത്തിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. നമ്മുടെ വനിതാ അംഗമായ മന്ത്രിക്ക് എന്തെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഒന്നുകിൽ മന്ത്രി ഇപ്പം എത്രയോ ഉദ്യോഗസ്ഥന്മാർക്ക് PSC തന്നെ എത്രയോ പേർക്ക് ശമ്പളം കൂട്ടി, അതിൽ ഇവർക്ക് കുറച്ചെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്തുകൂടെ? എന്തുകൊണ്ട് ഇവര് ഇത്ര താമസം എടുക്കുന്നു? മനുഷ്യത്വമായ ഒരു തീരുമാനം എടുത്ത് ഈ അമ്മ പെങ്ങന്മാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്തൂടെ? 700 രൂപ തുച്ഛമായ സാലറിയാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുക്കാൻ പോലും നമ്മുടെ കേരള സർക്കാരിന് കഴിവില്ല എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ അഭിമാനിക്കുന്ന ഒരു രാജ്യത്തിന് ഈ ചൂഷണത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ അമ്മ പെങ്ങന്മാരാണ് ഈ റോഡിൽ കിടന്ന് വെയിലത്തിരിക്കുന്നത്. അവരോട് അല്പമെങ്കിലും കരുണ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എല്ലാ സ്ത്രീകൾക്കും തുല്യ അവകാശം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെയിലത്ത് ഇവരെ എന്തിനിരുത്തുന്നു, നിരാഹാരം ഇരുത്തുന്നു? അല്പമെങ്കിലും കരുണ ഇവരോട് കാണിക്കണം എന്നാണ് അപേക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുക. കാണുന്നവരെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം.